എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു മസാലയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി കട്ട് ചെയ്തതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി കട്ട് ചെയ്തതുമാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് 2 വളരെ ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുത്താണ്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും കൂടി ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഒരു മുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു സവാള നമുക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് വഴണ്ടി പോകണ്ട. അപ്പോൾ പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് സവാള ഇത് കണ്ടില്ല ഇതുപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്ന എല്ലാ വെജിറ്റബിൾസും നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഉള്ള വെജിറ്റബിൾസ് വെച്ച് നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ എല്ലാം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു 6 ടേബിൾ സ്പൂൺ അളവിൽ ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുത്താണ്. ഞാൻ റെഡും ഗ്രീനും എടുത്തിട്ടുണ്ട്. ഇതിലൊന്ന് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ ക്യാരറ്റ് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തതും ഇതൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോണാണ്. ഈ ഒരു കോണൊക്കെ നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇവയെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നമുക്ക് ചെറിയതായിട്ട് കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിന് തന്നെയാണ് കിടക്കേണ്ടത്. ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അത്യാവശ്യം ഇതുപോലെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വെന്ത് വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. എരിവിനായിട്ട് പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്നാക്സ് കഴിക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മാത്രമാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു കുരുമുളക് പൊടിയും ചേർത്ത് ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യം കുക്കായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് ഇതൊരു 350 ഗ്രാം അളവിൽ എല്ലില്ലാത്ത ചിക്കന് കുറച്ച് കുരുമുളക് പൊടിയും വളരെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിലൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഞാനിത് കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്കോ അല്ലെങ്കിൽ ഒരു ചോപ്പറിലേക്കോ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഒരുപാടങ്ങ് അരഞ്ഞു പോവരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത ചിക്കനാണ്. ഈ ഒരു ചിക്കനും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷമുള്ള കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റോളം തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചിക്കനും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റോളം ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കുക. എരിവോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മളൊരു സവാള വഴറ്റിയ ഒരു സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്താണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ചൊരു എരിവിൻ്റെ കുറവുണ്ട്. വീണ്ടും ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ വറ്റൽമുളക് ഇതുപോലെ ചെറിയതായിട്ട് പൊടിച്ചത് നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 15 മിനിറ്റോളം തന്നെ നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഏകദേശം ഒരു 15 മിനിറ്റോളം തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂൺ മാത്രം, ഒരുപാട് വേണ്ട, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വൈറ്റ് സോസ് റെഡിയാക്കാനുണ്ട്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കട്ട്ലേറ്റിൻ്റെ ഒരു രീതിക്കല്ല. ആ ഒരു വൈറ്റ് സോസ് കട്ട്ലേറ്റാണ് നമ്മളിതിലേക്ക് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഈ ഒരു ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ ഈ ഒരു ബട്ടർ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ബട്ടർ ഇതുപോലെ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി ആ ഒരു മൈദയുടെ പച്ച ചുവ മാറി വരുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ ഇതുപോലെ കുറച്ച് സമയം ഇളക്കി കൊടുത്ത് മൈദയുടെ ഒരു പച്ച ചുവയൊന്ന് മാറി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് അളവിൽ, അതായത് 250 ml പാലാണ്. പാല് നമ്മൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കരുത്. ആദ്യം കുറച്ചൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ അത്യാവശ്യം ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഒരു പാലെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കുറുകി വരും. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട്
പാൽ ഇതുപോലെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകളും കൂടി ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വറ്റൽമുളക് ചെറുതായിട്ട് പൊടിച്ചത് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ഒറിഗാനോ, നമ്മൾ പിസയ്ക്കകത്തൊക്കെ ഇടുന്ന ഒരു ഒറിഗാനോയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സോസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ്റെ മസാലയാണ്. ആ ഒരു മസാല എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം, അതുപോലെ തന്നെ ചീസൊക്കെ ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലൊരു 1/2 കപ്പ് അളവിൽ നമുക്ക് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. ഇതുപോലൊരു 1/2 കപ്പ് അളവിൽ മൊസറല്ല ചീസും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില തീരെ ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ അത് രണ്ടും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. ഇതിൻ്റെ എരിവും ഉപ്പൊക്കെ നോക്കണം കേട്ടോ, വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിൻ്റെ ചൂട് നന്നായിട്ട് പോയതിന് ശേഷം മാത്രം ഇതൊരു മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് നല്ലപോലെ തന്നെ പുഴുങ്ങി ഒന്ന് ഉടച്ചിട്ടെടുത്തിരിക്കുന്നതാണ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കാരണം ആ ഒരു മസാല കുറച്ചൊരു ലൂസാണ്, നമ്മളൊരു വൈറ്റ് സോസിലൊക്കെ ചേർത്ത് ഇളക്കിയതല്ലേ. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് കട്ടിയായി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ കുറച്ച് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ചേർത്തൊന്ന് ഇളക്കിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് കട്ടിയായി കിട്ടാനുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒരു 1/2 കപ്പും കൂടി ഞാൻ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് ഒരു പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാനുള്ള ഒരു കറക്റ്റ് ഒരു പാകത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ എടുത്ത് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ അത്യാവശ്യം നന്നായിട്ട് ഓയിലാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിന് ചെറിയൊരു ഉരുള എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് സാധാരണ കട്ട്ലറ്റിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ റെഡിയാക്കിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഈ ഒരു സ്ക്വയർ ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഈ ഒരു ഷേപ്പാക്കിയിട്ട് എടുക്കാം. എല്ലാം തന്നെ ഇതുപോലെ ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഇതുപോലൊരു കോഴിമുട്ട പൊട്ടിച്ചൂറ്റി കൊടുക്കാം. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും വളരെ കുറച്ച് മാത്രം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില തീരെ ചെറിയതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലെടുത്തത് ചെറിയൊരു മുട്ടയാണ്, അതുകൊണ്ട് ഒരു മുട്ടയും കൂടി ഞാനിതിലേക്കൊന്ന് പൊട്ടിച്ചൂറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതിവിടെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതിലൊരു പാത്രത്തിൽ കുറച്ച് മൈദയാണ്, അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ഓരോന്നും എടുത്തിട്ട് ആദ്യം ഒരു മൈദയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു മുട്ടയുടെ ഒരു മിക്സിൽ മുക്കിയിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിലും ഒരു ബ്രെഡ് ക്രംസ് ആകുന്ന രീതിയിൽ നന്നായിട്ട് നമുക്കൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നും ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, എല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. അത്യാവശ്യം നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ വേണം കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിലെ ഒരു ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് വെന്തതാണ്. പുറമേ നമുക്ക് ആ ഒരു ബ്രെഡ് ക്രംസ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഒരു സൈഡ് അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ച് മറിച്ച് വെക്കിട്ട് കൊടുത്ത് നമ്മൾ സാധാരണ കട്ട്ലറ്റ് എങ്ങനെയാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ എണ്ണയ്ക്കത് നിന്ന് കോരി മാറ്റുകയാണ്. എല്ലാം തന്നെ ഇതുപോലെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് നമുക്കൊരു വൈറ്റ് സോസ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും ചിക്കൻ വെച്ചിട്ട് നമ്മൾ ഒരേ രീതിക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വൈറ്റ് സോസ് കട്ട്ലേറ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ചിക്കൻ കൊണ്ടുള്ള സ്നാക്സുകളൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ഒരു ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.